ഇന്നത്തെ ബജറ്റ് പ്രസംഗം ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രി പൂർത്തിയാക്കിയത് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വളരെ സന്തോഷത്തോടെയാണ് പക്ഷേ അദ്ദേഹം അത്ര സമയമെടുത്തിട്ടാണെങ്കിലും അത് പൂർത്തിയാക്കിയത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇത്രയും നേരം അദ്ദേഹം പല ടെലിവിഷനുകളിലായിട്ട് പല ചാനലുകളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെ വിശദമായ മറുപടികൾ നൽകുകയായിരുന്നു. ഇപ്പോൾ 9:22 സമയം. ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹം. നമ്മുടെ ചോദ്യങ്ങൾക്കും അല്പം മുമ്പ് നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളടക്കം ഉള്ളവർ ഉന്നയിച്ച ചോദ്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും അദ്ദേഹം നൽകും. ആദ്യം ഡോക്ടർ തോമസ് ഐസക് എല്ലായിടത്തും പോയിട്ട് ഈ സാമ്പത്തിക സംഗതികളെല്ലാം വിശദീകരിച്ച് വന്നതായിരിക്കും. എനിക്ക് പക്ഷേ ആദ്യമായിട്ട് അറിയാനുള്ളത് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ കുട്ടികളുടെ കവിതകൾ മാത്രം ഉൾപ്പെടുത്തിയത്? അതായത് സംസ്ഥാനത്തിൻ്റെ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, ഇതുപോലൊരു മോശം കാലത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ അടക്കം അഭിസംബോധന ചെയ്യുന്ന കവിതകൾ നമ്മുടെ നാട്ടിലുണ്ട്, കുട്ടികൾ എഴുതിയിട്ടുണ്ട് എന്നെങ്ങനെയാണ് കണ്ടെത്തിയത്? ചെറിയൊരു ചോദ്യമാണ് തുടക്കത്തിന് വേണ്ടി. ഇപ്പോൾ സ്കൂൾ വിക്കി എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. കുട്ടികളുടെ കവിതകൾ, കഥകൾ, ചിത്രങ്ങൾ എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എണ്ണം പറഞ്ഞാൽ ചെറുതല്ല കേട്ടോ, 56,000 രചനകളുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കൽ വലിയൊരു പ്രശ്നമായിരുന്നു. എന്ന് മാത്രമല്ല, ഈ തിരഞ്ഞെടുത്തവരെയൊക്കെ വിളിച്ച് സമ്മതം മേടിച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളുടെയൊക്കെ. ഈ നാളെ അതിൻ്റെ കൂടുതൽ കുട്ടികൾ വല്ല തർക്കം ഉണ്ടാക്കിയാലോ, അവരെ ബഹുമാനിക്കണമല്ലോ, അങ്ങനെ വിളിച്ച് സമ്മതവും മേടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ കോവിഡിനെയും എല്ലാം കാണുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അത് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മളെ മുതിർന്ന ആളുകൾ എടുക്കുമ്പോൾ വേറെ പല പ്രശ്നങ്ങളുമുണ്ട്. ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് ചർച്ച ചെയ്തില്ല. നമുക്ക് കുട്ടികളുടെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ഫ്രീഡം ഉണ്ട് കേട്ടോ. പിന്നെ സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം സ്കൂളിലാണ്. വേറൊന്നുമല്ലെന്ന്, ഒരു 6.5 ലക്ഷം രക്ഷകർത്താക്കൾ ഈ സർക്കാരിൻ്റെ സ്കൂളുകളെ വിശ്വസിച്ച് കുട്ടികളെ TC എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? അതിൽ പരം എന്ത് വലിയ അംഗീകാരം ഈ സർക്കാരിന് കിട്ടാനുള്ളത്? അതുകൊണ്ടാണ് കുട്ടികളെ എടുക്കാൻ തീരുമാനിച്ചത്. അവിടെ ഡോക്ടർ തോമസ് ഐസക്, പക്ഷേ ഈ സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം സ്കൂളിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ താങ്കൾ ആദ്യം, അതായത് ഈ ബജറ്റ് ആരംഭിക്കാൻ വേണ്ടി എടുത്ത കവിത എഴുതിയ കുട്ടിയുടെ സ്കൂൾ തന്നെയും, ആ കുട്ടിക്ക് സർക്കാരിനോടൊരു അപേക്ഷ മുന്നോട്ട് വെക്കാനായിരുന്നു ഉണ്ടായിരുന്നത്, ആ സ്കൂൾ തന്നെയും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. അത് ഇപ്പോൾ അല്പം മുമ്പ് നടന്ന ഞങ്ങളുടെ ചർച്ചയിൽ പ്രതിപക്ഷത്തു നിന്നുള്ളൊരു നേതാവ് അക്കാര്യം ചൂണ്ടിക്കാണിച്ചു. കണ്ടില്ലേ, അതായത് 5 വർഷം ഭരിച്ചിറങ്ങുമ്പോൾ സെലക്ട് ചെയ്യുന്ന കവിത എഴുതിയ കുട്ടിയുടെ സ്കൂൾ തന്നെയും ഈ അവസ്ഥയിലാണ്. അതൊരു പിശകിൻ്റെ ഒരു തെളിവായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചു. അതെന്തുകൊണ്ടായിരിക്കണം ഉണ്ടായിട്ടുണ്ടാവുക? അത് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് ചോദിക്കുന്നു എന്നേ ഉള്ളൂ. കേരളത്തിൽ സർക്കാർ സ്കൂൾ തന്നെ 5,000-6,000 ഉണ്ട്. അതിൽ ചില സ്കൂളുകൾ എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് വിട്ടുപോയിട്ടുള്ളത്. ആ കുട്ടിയോട് ഞാൻ ഒരു TV ചർച്ചയിൽ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. ഞാനപ്പോൾ തന്നെ അവളോട് പറഞ്ഞു, ആദ്യം ഇനി ചെയ്യാൻ പോണ കാര്യം നിങ്ങളുടെ സ്കൂളിന് മെച്ചപ്പെട്ട കെട്ടിടം തരില്ല. അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല, ഒരു പ്രശ്നമല്ല, ചെയ്യാൻ പറ്റും, ചെയ്യും. പക്ഷേ ഇതിനൊരു കാരണമുണ്ട്. അവിടെ 300-ൽ പരം കുട്ടികളേ ഉള്ളൂ. 500 മുകളിൽ കുട്ടികളുള്ള എല്ലാ സ്കൂളുകളാണ് നമ്മൾ നവീകരിച്ചത്. ബാക്കിയുള്ളത് ബഡ്ജറ്റിലെ പണം കൊണ്ടാണ്. ഒരുപാട് സ്കൂളുകൾക്ക് അങ്ങനെ ബഡ്ജറ്റിൽ നിന്ന് പണം കൊടുത്തിട്ടുണ്ട്. ഏതോ കാരണവശാൽ ഇത് വിട്ടുപോയത് എക്സെപ്ഷൻ മാത്രമാണ്, അത് റൂളല്ല. ഇത്രയും കുട്ടികളെ ഉദ്ധരിച്ചിരുന്ന് ഒരു കുട്ടിക്ക് മാത്രമല്ലേ ഇങ്ങനെ ആക്ഷേപം വന്നിട്ടുള്ളൂ. അത് നമുക്ക് തിരുത്തേണ്ടതാണ്. ഇങ്ങനെ വിമർശനം പറഞ്ഞുകൊണ്ടൊരു പ്രയാസമില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, വളരെ നന്നായി, ഇങ്ങനെ തന്നെ വേണമെന്ന്. നിശ്ചയമായും അത് ആ തരത്തിലൊരു ഇതിൻ്റെ ഭാഗമായിട്ടൊരു വിമർശനം നേരത്തെ വന്നതുകൊണ്ട് ഉന്നയിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മെച്ചപ്പെട്ട സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് താങ്കൾ ഈ പറഞ്ഞതുപോലെ ചില സ്കൂളുകൾ നന്നാകാനുണ്ട് എന്നതുകൊണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയാകെ കുഴപ്പത്തിലാണ് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല, അതൊരു ചോദ്യമായിട്ട് അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഡോക്ടർ തോമസ് ഐസക്, ഇവിടെ ഇതിനകം താങ്കൾ എല്ലായിടത്തും മറുപടി കൊടുത്തിട്ടുണ്ടാകണം. അത് പ്രധാനമായിട്ടും ബജറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്, പക്ഷേ നടപ്പാക്കുന്നത് എങ്ങനെയാണ്? ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളല്ല. മല പോലെ വന്നത് എലി പോലെ പോയി എന്നാണ്
രമേശ് ചെന്നിത്തല പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ്, നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അതല്ലാത്ത ചില നല്ല രസകരമായ ഭാവനയിൽ ചേർത്ത ചില സ്വപ്നങ്ങൾ താങ്കൾ അങ്ങ് പ്രക്ഷേപിക്കുക മാത്രമാണ് ചെയ്തത് എന്ന വിമർശത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക? എൻ്റെ ആദ്യ ബഡ്ജറ്റിനെ തുടർന്ന് ഇദ്ദേഹം പറഞ്ഞത് കിഫ്ബി ആകാശ കുസുമമാണ്, സ്വപ്നാടനമാണ്. ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആക്ഷേപം ഒന്ന് നടത്തി. എന്നിട്ട് ഇപ്പം എന്തായി? ഇന്നലെ BD സതീശനാണെങ്കിലും പറഞ്ഞു, ലൈഫ് പോലെ കിഫ്ബി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഓടിക്കും. അതുകൊണ്ട് ലൈഫ് ഞങ്ങൾ LDF-നേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ആകാശ കുസുമൊക്കെ ആയിരുന്നൊരു കാര്യം ഇവിടം വരെ എത്തിയല്ലോ. ഇനി രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, ബഡ്ജറ്റിൻ്റെ ഒന്നാം ഭാഗത്ത് ആമുഖത്തിൽ തന്നെ ഒരു 3 പേജ് അല്ല 4 പേജ് UDF-ന്റെ കാലത്തെയും LDF-ന്റെ കാലത്തെയും ഫിസിക്കൽ അച്ചീവ്മെന്റ്സ്, ഇത്ര പണം ചെലവാക്കിയെന്നല്ല, ഇത്ര കിലോമീറ്റർ റോഡ് UDF-ന്റെ കാലത്ത്, ഇത്ര കിലോമീറ്റർ റോഡ് LDF-ന്റെ കാലത്ത്, ഇത്ര ടാപ്പ് UDF-ന്റെ കാലത്ത്, ഇത്ര ടാപ്പ് LDF-ന്റെ കാലത്ത്, ഇങ്ങനെ താരതമ്യമുണ്ട്. അതൊന്ന് നോക്കിയിട്ട് പറ ഏത് കാലത്തെ വാഗ്ദാനങ്ങളാണ് നടപ്പായി എന്നുള്ളത്. അതുകൊണ്ട് വലിയ ബഡായി വാചകങ്ങൾ അടിച്ചത് കൊണ്ടൊന്നും ജനങ്ങളുടെ അനുഭവം മാറാൻ പോണില്ല. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് എല്ലാ മാധ്യമങ്ങളിലും UDF-ഉം ഇത് തന്നെയല്ലേ എത്ര മാസമായിട്ട് പറഞ്ഞതാണ്. അതിനെയൊക്കെ ജനം തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയാം. ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടായി കാണും. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇത് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, നടപ്പാക്കാനുള്ളത് തന്നെ നടപ്പാക്കുകയും ചെയ്യും. അതാണ് അനുഭവം. ഏതായാലും ഈ നടപ്പാക്കലിന് ഏത് വരുമാന മാർഗമായിരിക്കും ഉണ്ടാവുക എന്നൊരു ചോദ്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഡോക്ടർ തോമസ് ഐസക്, എനിക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. നമ്മുടെ സമയം ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ബജറ്റ് ദിവസം ഞങ്ങളുടെ കുറച്ച് പരസ്യം കൂടുതലുള്ള ദിവസവുമാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ താങ്കളിലേക്ക് വന്നുകൊള്ളാം. ചെറിയ ഇടവേള. ഡോക്ടർ തോമസ് ഐസക് നമുക്കൊപ്പം തുടരുകയാണ്. ഡോക്ടർ ഐസക്, ഇവിടെ ഈ കിഫ്ബി കൊണ്ട് ചില മാജിക്കുകളൊക്കെ താങ്കൾ കാണിച്ചിട്ടുണ്ട് എന്ന് പുറത്ത് താങ്കളെ എതിർക്കുന്ന ചില പ്രതിപക്ഷാംഗങ്ങളെങ്കിലും മനസ്സിൽ കരുതുകയും പറയുകയും ചെയ്യുന്ന സാഹചര്യം നിശ്ചയമായിട്ടുമുണ്ട്. കിഫ്ബി താങ്കൾ അവകാശപ്പെടുന്ന പോലെ ചില സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വരുമാനം എവിടെ നിന്നുണ്ടാക്കും എന്ന ഉറപ്പൊന്നുമില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു പോകുന്നത് വലിയ കുഴപ്പത്തിലേക്ക് നാടിനെ ആകെ കൊണ്ടുവന്നെത്തിക്കും എന്ന വിമർശമാണല്ലോ അവർ പ്രധാനമായിട്ടും പറയുന്നത്. യഥാർത്ഥത്തിൽ താങ്കൾക്ക് കൃത്യമായിട്ട് പറയാവുന്നൊരു വരുമാന സ്രോതസ്സുണ്ടോ ഈ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം നടപ്പാക്കാനുള്ളതായിട്ട്? പ്രഖ്യാപിച്ച കാര്യങ്ങൾക്കൊക്കെ പണം ബഡ്ജറ്റിലുണ്ട്. ബഡ്ജറ്റ് അക്കൗണ്ടിൽ ഇല്ലാത്ത പണം 1160 കോടി രൂപ ഞാൻ പുതുതായിട്ട് അധികമായി പ്രഖ്യാപിച്ച പദ്ധതികൾക്കുള്ള പണം എന്ന് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. എന്താ ഈ സംശയങ്ങളുടെ അടിസ്ഥാനം എന്നറിയോ? നമ്മുടെ ആളുകൾക്ക് സ്കീം, പ്രൊജക്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഇത് വിട്ട് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരു കൺവെർജൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ സംയോജിത പരിപാടി ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ഉദാഹരണം പറയാം. ഒരു 4 ലക്ഷം 5 ലക്ഷം കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണം മൈക്രോ പ്ലാൻ വഴി. അതിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാ 9,000 കോടി രൂപയുള്ളതിന് ചെലവ് വരും ഒരു 3-4 വർഷത്തിനുള്ളിൽ. ഇതിനുള്ള പണം എവിടെ നിന്ന്? ഇതില്ലല്ലോ, നിങ്ങൾ പാചകടിക്കല്ലെന്നാണ് പറയുന്നത്. നോക്കൂ, കേരള സർക്കാർ ഉപജീവനത്തിന് വേണ്ടിയിട്ട് 7,000 ചില്ലാനും കോടി രൂപ ഈ വർഷം വിവിധ പദ്ധതികളിലും സ്കീമുകളിലുമായിട്ടുണ്ട്. അത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള പണം കിട്ടും. ഉദാഹരണത്തിന് നമ്മളൊരു കുടുംബത്തിൻ്റെ മൈക്രോ പ്ലാൻ ഉണ്ടാക്കി, അവർക്ക് വീട് വേണം, ആ ലൈഫിൽ നിന്ന് എടുക്കും. അവർക്ക് ഒരു മാറാ രോഗമുണ്ട്, വെരി വെൽ, അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമിൽ നിന്ന് പണം കൊടുക്കും. അവർക്ക് ഭക്ഷണത്തിനുള്ള വക പോലും ഇല്ല, ജനകീയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഏർപ്പാട് ചെയ്യും. നിലവിലുള്ള സ്കീമുകൾ കൂട്ടിച്ചേർത്തൊരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കിയ അതിൽ അഡീഷണൽ ആയിട്ട് പണം വേണമെങ്കിൽ ആ പണം ലഭ്യമാക്കും. ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് പകരം അതാ ഡിപ്പാർട്ട്മെന്റ്, ഇത് ഡിപ്പാർട്ട്മെന്റ്, ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം,
തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ എവിടെ 9,000 കോടി രൂപ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിന്ന് ചോദിച്ചാൽ എന്താ പറയുക? അതല്ലെങ്കിൽ ഇപ്പോൾ അഭ്യസ്ത വിദ്യരുടെ തൊഴിൽ നൽകുന്നത് സ്കിൽ ട്രെയിനിങ് ആണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. ഇപ്പം തന്നെ 250 കോടി രൂപ പ്ലാനിലുണ്ട്. അതിൻ്റെ മുൻഗണന മാറ്റേണ്ടി വരും. കൂടുതൽ ഇങ്ങോട്ട് വെക്കും. കൂടുതൽ പണം വേണോ? 200 കോടി രൂപ കേഡ് സ്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ സംയോജിത പരിപാടികളാണ് എൻ്റെ പാക്കേജുകൾ എടുത്താലും ഇതുപോലുള്ള സ്കീമുകൾ എടുത്താലും. ഇത് മനസ്സിലാക്കാനേ കഴിയാത്ത മനസ്സുകളാവുള്ളത്. ഡിപ്പാർട്ട്മെന്റ് വൈസ് ചിന്തിക്കത്തുള്ളൂ. ഒരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി പണം വെച്ചേ പറ്റൂ. അങ്ങനെ അല്ല വേണ്ടതെന്ന്. നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റും പ്രൊജക്റ്റും സ്കീമും വിട്ട് പരിപാടികളാക്കി മാറ്റണം. അത് ജനകീയാസൂത്രണ കാലത്ത് ഞങ്ങൾ ഒത്തിരി പഠിപ്പിക്കാൻ നോക്കിയിട്ടുള്ളതാ. വേണ്ടത്ര വിജയിച്ചിട്ടില്ല. ഇങ്ങനെ പരിപാടികളാവുന്നത് പ്രാദേശിക തലത്തിലാണ്. സംസ്ഥാന തലത്തിൽ ഡിപ്പാർട്ട്മെന്റായി നിൽക്കൂ. പക്ഷെ താഴത്ത് വരുമ്പോൾ അത് പരിപാടിയായിട്ട് ഇങ്ങനെ സംയോജിത പരിപാടിയായിട്ട് മാറും. അപ്പോൾ ഇതാണ് ഈ വിമർശനത്തിൻ്റെയൊക്കെ ഒരു കാരണം. പണം എവിടെയെന്നുള്ള ചോദ്യത്തിന് അവിടെ ഡോക്ടർ തോമസ് ഐസക് താങ്കൾ ഇത് പറയുമ്പോൾ സംഗതി ശരിയാണല്ലോ എന്ന് തോന്നലുണ്ടാകും. പക്ഷേ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നോക്കൂ, ഡോക്ടർ തോമസ് ഐസക് ഇമാതിരി പല കാര്യങ്ങളും ഇങ്ങനെ അടിച്ചു വിടുകയാണ്. എവിടെ 5,000 കോടിയുടെ ഇടുക്കി പാക്കേജ്, എവിടെ 3,400 കോടിയുടെ കുട്ടനാട് പാക്കേജ്, 2,000 കോടിയുടെ വയനാട് പാക്കേജ്, ഇതൊക്കെ എവിടെ? ഇതൊക്കെ ഡോക്ടർ തോമസ് ഐസക് പ്രഖ്യാപിച്ചിട്ട് അങ്ങ് പോയതാണ്. ഈ പാക്കേജുകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശരിയാണല്ലോ എന്ന സംശയം വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഈ പാക്കേജുകൾ 1 വർഷം കൊണ്ട് ചിലവാക്കുന്നതാ. ഇതെങ്ങനെ ചിലവാക്കി തീരുകയെന്ന്. ഇപ്പൊ തീരദേശ പാക്കേജ് 5 വർഷം കൊണ്ട് 5,000 കോടി രൂപയെന്നാണ്. ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ 5 വർഷം കൊണ്ട് 5,000 അല്ല 7,000 8,000 കോടി രൂപ ചെലവാക്കും. ഈ വർഷം 1,500 കോടി രൂപയാണ് ചെലവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ബഡ്ജറ്റിൽ ഓരോ ഇനത്തിലും എങ്ങനെ ചെലവാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ 5,000 കോടി എന്ന് പറഞ്ഞിട്ട് 1,500 അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറയണത്? അങ്ങനെയാണ് മാഷേ ഈ പാക്കേജുകൾ നടപ്പാക്കുന്നത്. ഇപ്പൊ വ്യവസായ ഇടനാഴി നിങ്ങൾ 3 ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒന്നുമായിട്ടില്ല. സമയമെടുക്കുന്ന്. ഒരു വ്യവസായ ഇടനാഴി പൂർണ്ണതയിലെത്താനേ 1 ദശാബ്ദം വേണ്ടി വരും. ഇപ്പൊ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെന്റ് അതിന്റെ കമ്പനി ഉണ്ടാക്കുന്നു. ആ കമ്പനി ഭൂമി അക്വയർ ചെയ്ത് തുടങ്ങുന്നു. ആരും ഭൂമി വിൽക്കാൻ തയ്യാറായാലും വാങ്ങുന്നു. വാങ്ങാനായിട്ട് 3 ബിസിനസ് മോഡൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ബോണ്ട്, 2 ലാൻഡ് പൂളിംഗ്, 3 ഇല്ല കാശ് തന്നെ വേണം കൊടുക്കണം. 100 കോടി കൊടുത്തിട്ടുണ്ട്. അവരാ പണി ആരംഭിക്കുന്നു. ഇനി അത് പദ്ധതിയിലേക്ക് 2-3 വർഷം എടുക്കും. ഇപ്പൊ തുടങ്ങിയാലേ നാളെ അവിടെ എത്തുന്നു. അല്ലാതെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലേ ഈ വർഷം ചെയ്യേണ്ട കാര്യം മാത്രം പറഞ്ഞു പോകുന്ന ഏർപ്പാടല്ല. ഒരു വിഷൻ വേണം. ആ വിഷൻ UDF ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ചിന്ത വരും. ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. കേരളത്തെ എവിടെ കൊണ്ടുപോകണമെന്നറിയാം. അടുത്ത 5 വർഷവും LDF ആണ് എന്നുള്ളത് കൊണ്ട് ആ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനം. ശരി, ആ വിഷൻ എന്ന നിലയ്ക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. ഡോക്ടർ തോമസ് ഐസക്, ഇവിടെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു അടുത്ത 5 വർഷവും ഞങ്ങൾ ഭരിക്കുമെന്ന ആത്മവിശ്വാസം താങ്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ തന്നെയും വെക്കുന്നു. പക്ഷേ അത് നാട്ടുകാരുടെ കൈവശമാണ് അതിൻ്റെ അധികാരമുള്ളത്. നിങ്ങളെ വേണോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണോ എന്ന കാര്യത്തിൽ എന്നുള്ളത് കൊണ്ട് നമുക്കത് ഊഹത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എന്നല്ലേ കണക്കാക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് പക്ഷെ അപ്പോഴും വിഷൻ എന്ന നിലയ്ക്ക് ഡോക്ടർ തോമസ് ഐസക് ഒരു വിജ്ഞാന സമൂഹമായിട്ട് കേരളത്തെ മാറ്റുക എന്നത് ഒരു പുതിയ ചിന്തയായിട്ട് തോന്നി ആദ്യ കേൾവിയിൽ. ഇതിൻ്റെ മറുഭാഗങ്ങളൊക്കെ കേട്ടാൽ മാത്രമേ ഒരുപക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനാവുകയുള്ളൂ. എന്നാലും വളരെ സന്തോഷകരമായിട്ടുള്ള പുതിയൊരു കാര്യമാണല്ലോ ഡോക്ർ തോമസ് ഐസക് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് തോന്നി. യഥാർത്ഥത്തിൽ അത് എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണ്, എങ്ങനെയാണ് അത് നടപ്പാക്കാനാവുക? ഈ പറയുന്നത് പോലെ കോവിഡാനന്തരം വലിയ തൊഴിൽ സാധ്യതകൾ വീട്ടിനകത്തിരുന്നും പല രാജ്യങ്ങൾ ഫിസിക്കലായിട്ട് യാത്ര ചെയ്യാതെയും നമുക്ക് ചെയ്യാനാകും. നമ്മുടെ സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് ആ വർക്ക് ഫോഴ്സിനകത്ത് അംഗങ്ങളായി ചേരാനാകും എന്നത് എത്രത്തോളം യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ചിന്തയാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്? ഒന്ന്, ഇത് അന്തർദേശീയ യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഒരു പ്രമുഖ പത്രം നമ്മുടെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തെ കമ്പനികളെല്ലാം
എങ്ങനെയാണ് വീട്ടിലേക്കും വീട്ടിനടുത്തേക്കും തൊഴിൽ മാറ്റുന്നത്? ചില കമ്പനികൾ അന്ന് പറഞ്ഞത് അവർ എക്സിക്യൂട്ടീവ്സ് ചോദിച്ചു തൊഴിലാളികൾ ജീവനക്കാരോട് എവിടെ വേണം, ഏതാണ്ട് എല്ലായിടത്തും ഞങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തോളാം, ഞങ്ങൾക്ക് വരാൻ എല്ലപ്പോഴും ഇവിടെ ഒരു സ്ഥല സൗകര്യം മതി എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ റീസ്ട്രക്ചറിങ് നടക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയ കണക്കെന്ന് പറയുന്നത് ഒരു 5 വർഷത്തിനുള്ളിൽ 18 ലക്ഷം തൊഴിലുകളെങ്കിലും ഇങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനൊരു ഇടർച്ച വരുന്നു. നമുക്കത് ഇന്ന് ഇടപെടാൻ പറ്റുമോ? ആരും ഇടപെട്ടു തുടങ്ങിയിട്ടില്ല. നമുക്ക് ഇടപെടാനുള്ള നമ്മുടെ കരുത്തെന്താണ്? കേരളത്തിൻ്റെ ബ്രാൻഡ് വളരെ ഉയർന്നു നിൽക്കുകയാണ് ഈ കോവിഡ് കാലത്ത്. എല്ലാവർക്കും അറിയാം, കേരളം ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ പോർട്ടൽ ഉണ്ടാക്കി, പേരിടൽ മാത്രമല്ല സ്കിൽ ചെയ്യണവരെ, അത് വലിയ പരിപാടിയാണ്, യുദ്ധമാണ്. 2, ഇവരോടൊക്കെ സംസാരിക്കാൻ ആളെ കിട്ടുമോ? ഞാൻ പറയട്ടെ, ഈ 23-ാം തീയതി 22 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്വാന്മാർ ചർച്ചയ്ക്ക് വരികയാണ്. അക്കാഡമിക്സ് ആണ് കേട്ടോ, എംപ്ലോയേഴ്സ് ഒന്നുമല്ല. പക്ഷേ ഈ കേരളം എന്ന കൊച്ചു രാജ്യം, കൊച്ചു സംസ്ഥാനം എങ്ങനെയാണ് നോളജിലേക്ക്, എക്കോണമിയിലേക്കുള്ള ട്രാൻസിഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് 22 രാജ്യങ്ങളിലെ ഇത് സംബന്ധിച്ച വിദഗ്ധന്മാർ വെബിനാറിൽ പങ്കെടുക്കുകയാണ്. ക്യൂബന്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പങ്കെടുക്കുന്ന പറയുന്നത്, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. സോ ഇത് പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് ഇപ്പം ആദ്യ വർഷം പ്രൊഫഷണലായിട്ട് ജോലി നഷ്ടപ്പെട്ട് വന്നിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് 3 ലക്ഷം പേർക്കെങ്കിലും പണി കൊടുക്കാം. അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു എക്കോ സിസ്റ്റം വേണം. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ എക്കോണമിയിലേക്ക് കേരളം മാറണം. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തെ പൊളിച്ചെഴുതണം. അവിടെ നിന്ന് ഉണ്ടാകുന്ന വിജ്ഞാന ഉൽപ്പാദനം നമുക്ക് ഇന്നൊവേഷൻസ് ആയിട്ട് മാറ്റണം. ഈ ഇന്നൊവേഷൻസ് നമുക്ക് സ്റ്റാർട്ടപ്പുകളായി മാറണം, അല്ലെങ്കിൽ വിജ്ഞാന വ്യവസായങ്ങളിലേക്ക് മാറണം. സോ ഇവിടെ നിന്ന് തുടങ്ങിയ ചിന്ത ഒരു 2-3 ആഴ്ച കൊണ്ട് ഈ കേരളത്തിൻ്റെ നോളജ് എക്കോണമിക്കുള്ള പരിവർത്തനത്തിൻ്റെ ഒരു പാക്കേജായിട്ട് മാറി. തുടങ്ങിയപ്പോൾ ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ നമ്മുടെ KTUവിൻ്റെ വൈസ് ചാൻസലർ, നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ, ഇതുപോലുള്ള പല വിദഗ്ധന്മാർ, ഇവരൊക്കെ ആയിട്ട് വളരെ ഇൻറ്റൻസീവായിട്ട് ഇൻറ്ററാക്ഷനിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഘടനയിലേക്ക് എത്തിച്ചേർന്നു. സോ കേരളത്തിൽ ആദ്യമായിട്ടല്ല നോളജ് എക്കോണമി പറയുന്നത്. പക്ഷേ ഇതിനൊരു രൂപരേഖ, സാധാരണഗതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ ഇടപെടുമ്പോൾ മർമ്മം നോക്കി നമുക്ക് ഇടപെടാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇത് 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് തുറന്നു വരികയാണ്. കാരണം ചെറിയ കാര്യമല്ല, ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ്. സോ ഈ പാക്കേജാണ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൻ്റെ മർമ്മമായിട്ട് ഞാൻ കരുതുന്നത്. ഇനി കേരളം എങ്ങോട്ട്? ക്ഷേമകേരളം. യെസ്, നമ്മുടെ ക്ഷേമകേരളമാണ്. പശ്ചാത്തല സൗകര്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കിഫ്ബി വരുന്നു, ശരി, പരിഹരിക്കുന്നു, അതിൻ്റെ നിക്ഷേപം നടക്കുന്നു. ഇനി എന്ത് വേണം? വിജ്ഞാന വ്യവസായങ്ങളിൽ ഊന്നി ഒരു വിജ്ഞാന സമൂഹമായിട്ട് നമ്മൾ പരിവർത്തനം ചെയ്യണം. നമുക്ക് അനുയോജ്യമായിട്ടുള്ള പാത ഇതാണ്. കേരളം ഈ വികസനത്തിൻ്റെ പാന്താവിലേക്ക് കടന്നപ്പോൾ നമ്മുടെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്ന പരമ്പരാഗത വ്യവസായങ്ങളും വാണിജ്യ കൃഷിയുമാണ്. ഇന്ന് ആ അടിത്തറയെ നമ്മൾ മാറ്റുകയാണ്. നോളജ് ഇൻഡസ്ട്രിയിലേക്കും നോളജ് എക്കോണമിയിലേക്കും നമ്മൾ മാറുകയാണ്. ഇത് വലിയൊരു ചുവട് മാറ്റമാണ്. കേരളത്തിൻ്റെ ഡെവലപ്മെന്റ് പാരഡൈമിൽ തന്നെ നമ്മളൊരു മാറ്റം വരുത്തുകയാണ്. അങ്ങനെ ഒരു ഇടതുപക്ഷ ബദൽ, ഞാൻ അവസാനിപ്പിക്കുക, ഇടതുപക്ഷ ബദൽ, ക്ഷേമം, പശ്ചാത്തല സൗകര്യം, അനുയോജ്യമായിട്ടുള്ള വ്യവസായ വികസനം, ഇടതുപക്ഷത്തിനുണ്ട് ഒരു പരിപാടി. അവിടെ ഡോക്ടർ തോമസ് ഐസക് വളരെ സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ്. അതായത് ഈ 3 മണിക്കൂർ 18 മിനിറ്റ് ബജറ്റ് അവതരിപ്പിക്കുക, പിന്നീട് കുറേ നേരം പല ടെലിവിഷൻ ചാനലുകളായിട്ട് സംസാരിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, എന്നിട്ടും ഈ 9:45 ഈ നേരത്ത് വന്നിട്ട് നല്ല ഊർജ്ജത്തോടു കൂടിയിട്ട് ഇങ്ങനെ വലിയ സന്തോഷമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളെക്കുറിച്ച് പറയുക എന്ന് വളരെ വളരെ കേൾക്കാൻ നല്ല ഊർജ്ജമുണ്ടാക്കുന്ന സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഡോക്ടർ തോമസ് ഐസക്, ചർച്ചകളിൽ പല ആളുകളും പറഞ്ഞ പല കാര്യങ്ങളുമുണ്ടല്ലോ. ഇവിടെ താങ്കൾ അങ്ങനെ കൂടെ കടത്തി അടിക്കുകയല്ലേ എന്ന് താങ്കളിൽ നല്ല വിശ്വാസമുള്ള ആളുകൾക്ക് പോലും സംശയമുണ്ടാകുന്ന
ചില കാര്യങ്ങളൊക്കെ പ്രതിപക്ഷവും മുന്നോട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പുഴയിൽ നിന്ന് മണലെടുക്കുന്ന പോലുള്ള പദ്ധതി, അത്തരം പദ്ധതികൾ ചീറ്റിപ്പോയില്ലേ എന്ന് പ്രതിപക്ഷത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നല്ല യാഥാർത്ഥ്യ ബോധത്തോടെ നടപ്പാക്കാമെന്ന് ഉറപ്പിച്ചു തന്നെയാണോ താങ്കൾ ഈ വൈജ്ഞാനിക വിപ്ലവത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയിൽ അത് വഹിക്കാൻ പോകുന്ന വലിയ ഒരു പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നത്? കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും വളരെ സന്തോഷവും മറ്റും ഉണ്ടാകുന്ന ഒരു പുതിയ ആശയം തന്നെയാണത്. എങ്കിലും ആ ചോദ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളോടത് ഉന്നയിക്കുന്നത്. വീണ്ടും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഞാൻ ആദ്യം എഴുതിയിട്ടുള്ള സമഗ്ര പുസ്തകം എന്ന് പറയുന്നത് MP പരമേശ്വരന് പേര് വെക്കാതെയാണ് കേരളത്തിൻ്റെ 8ാം പദ്ധതിക്ക് ചർച്ചകൾക്ക് രാമുഖം എന്നുള്ള രേഖയാണ്. അതിൽ അനുയോജ്യ വ്യവസായ വികസനം, കേരളത്തിന് അനുയോജ്യമായിട്ടുള്ളത് നോളജ് ഇൻഡസ്ട്രീസ് ആണ് എന്ന് അന്ന് 40 വർഷം മുമ്പ് വാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ളൊരാശയമാണ് കേരളത്തിന് അനുയോജ്യ വ്യവസായ വികസനം എന്ത് എന്നുള്ളത്. ഇന്നിപ്പോഴ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ആപത്താണ്. പക്ഷെ ആപത്ത് ഒരു അവസരം കേരളത്തിൽ തുറക്കുകയാണ്. ഈ ആപത്ത് കാലം എന്ന് പറഞ്ഞാൽ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിലേ ഓരോ പ്രതിസന്ധിയും ഒരു വലിയ ഇടർച്ചയും അതിൽ ഉയർന്നു വരുന്ന സമൂഹങ്ങളുമുണ്ട്. നമ്മുടെ ആധുനിക സമൂഹം ആയിരിക്കുന്നു നിൽക്കുന്നത് പോർച്ചുഗീസുകാരും സ്പാനിഷുകാരും മറ്റുമാണ്. അവിടെ നിന്നാണ് വലിയൊരു ഇടർച്ച നമ്മുടെ വ്യവസായ വിപ്ലവ കാലത്ത് ഇംഗ്ലണ്ട് വരുന്നത്. ആ വ്യവസായ വിപ്ലവം നമ്മുടെ കോണ്ടിനെന്റൽ യൂറോപ്പിലേക്ക് വരുമ്പോൾ മറ്റ് ജർമ്മനിയും ഫ്രാൻസും ഒക്കെ വരുന്നു. 1ാം ലോകമഹായുദ്ധം ആവുമ്പോഴേക്കും അമേരിക്ക മുന്നിലേക്ക് വരുന്നു. 2ാം ലോകമഹായുദ്ധം കഴിയുമ്പോൾ ജപ്പാൻ മുന്നിലേക്ക് വരുന്നു. പിന്നീട് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കമാവുമ്പോഴേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ വരുന്നു. ഇതുപോലത്തെ വലിയൊരു ഇടർച്ച ലോക സമ്പദ്ഘടനയിൽ വരികയാണ്. അതൊരു സാധ്യത തുറക്കുകയാണ്. വി മസ്റ്റ് ഹാവ് ദ വിഷൻ. ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിച്ചാൽ കവടി നിരത്തി ഇങ്ങനെ തന്നെ എന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ ആരെങ്കിലും പറയട്ടെ, നിങ്ങൾക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ വിജ്ഞാന സമൂഹ പാതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വഴി പറഞ്ഞതാ? ഈ അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകാൻ ഒരു വഴി പറഞ്ഞതാ? നമുക്കിത് വിജയിപ്പിക്കണം. ഞാൻ ആ നിഗമനത്തിൽ എത്തിച്ചേരാം. അതൊരു പ്രശ്നമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ലോകവ്യാപകമായിട്ട് വരുമാനമൊക്കെ ലോകവ്യാപകമായിട്ട് ഈ കോവിഡാനന്തരം കുറയും എന്ന് പല കണക്കുകളും പറയുന്നുണ്ടല്ലോ ഡോക്ടർ തോമസ് ഐസക്. ഈ കേന്ദ്രത്തിൻ്റെ സഹായമാണെങ്കിൽ തന്നെയും വലിയ നിലക്ക് നമുക്കത് കിട്ടുന്നില്ല എന്ന രാഷ്ട്രീയ വിമർശം ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെ ഉയർത്താറുമുണ്ട്. നാട്ടിൽ ആകെപ്പാടെ ഒരു കുഴപ്പ പിടിച്ച കാലമാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മളാണെങ്കിൽ കുറേയേറെ ഊഹങ്ങളിലും പ്രതീക്ഷകളിലും വെച്ചിട്ടാണ് നമ്മുടെ ഈ വലിയ പ്രഖ്യാപനങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നെയ്തു കൂട്ടുന്നത്. ആ നിലക്ക് ലോകവ്യാപകമായിട്ടുള്ള ഈ പ്രതിസന്ധി, അതിനുശേഷം ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ പ്രതിസന്ധി നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിനെ ബാധിക്കുമോ ഡോക്ടർ ഐസക്? ഈ പ്രതിസന്ധി കാലത്ത് ഇടിച്ചു കയറേണ്ടത്. പ്രതിസന്ധി കാലത്ത് ജനങ്ങൾക്ക് സമാശ്വാസം നൽകണം. അത് ഈ സർക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നാളത്തെക്കുറിച്ച് ഇന്നേ ചിന്തിച്ചു തുടങ്ങണം. പോസ്റ്റ് കോവിഡ് വേൾഡ്, കോവിഡാനന്തര കേരളം ഇന്ന് ചിന്തിക്കാതെ നാളെ ചിന്തിച്ചാൽ പോരാ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനൊരു സാധ്യത വരുന്നുണ്ട്. അതിന് നമുക്ക് ഇടപെടണം. ഇടപെട്ട് നേട്ടമുണ്ടാവണം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇത്തരത്തിൽ നമ്മൾ 1ാം ടെക്നോളജിക്കൽ നമ്മുടെ IT വിപ്ലവം കേരളം പിന്തള്ളപ്പെട്ടു പോയി. കെൽട്രോണൊക്കെ ഉണ്ടായെങ്കിലും ഇനി നമുക്ക് 2ാമത്തേതിൽ പുതിയ കാലത്തേക്ക് നമുക്ക് ഇടിച്ചു കയറാനൊരു സന്ദർഭമാണ് ഇന്ന് വേണം. ഇതിന് പരിപാടി ഇടതുപക്ഷം കേരളത്തിൽ ജനങ്ങളുടെ മുന്നിൽ വെക്കുകയാണെന്ന്. അതാണ് ഇതിന്റെ പ്രാധാന്യം. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ശരി ശരി. UDFന് വേണമെങ്കിൽ ഇതൊക്കെ ദിവാസ്വപ്നം എന്ന് പറഞ്ഞു കിടക്കാം. പക്ഷേ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ത് വേണം. ഇങ്ങനൊരു സാധ്യതയുണ്ട്, ഇത് വേണോ വേണ്ടേ? ശരി ശരി. ഡോക്ടർ തോമസ് ഐസക്, താങ്കളോട് എനിക്ക് മാത്രമല്ല നേരത്തെ ഞങ്ങൾ ഒന്ന് രണ്ട് ആളുകളോട് താങ്കളോടുള്ള ചോദ്യങ്ങളുമായിട്ട് വരാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രീ EM നജീബ് ആ ചോദ്യം താങ്കളോട് ചോദിക്കും. അതിനുള്ള മറുപടി കൂടെ പ്രതീക്ഷിക്കുന്നു. EM നജീബിലേക്ക്. ആരോഗ്യമേഖലയ്ക്ക് ഗവൺമെൻറ് വളരെ ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. സന്തോഷമുണ്ട്. വളരെ കാര്യമായിട്ട് ആണ് അത് ഗവൺമെൻറ് കൺസിഡർ ചെയ്തത്. കാര്യം അതുകൊണ്ടാണ് ഈ കോവിഡും അതുമൂലം ഉണ്ടായ പ്രതിസന്ധികളും എല്ലാം തന്നെ നമ്മൾ നേരിട്ടത്. സ്വകാര്യ മേഖലയെപ്പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതെ? കാര്യം 60% to 70% കേരളത്തിലെ ആരോഗ്യരംഗം സംഭാവന നൽകുന്നൊരു മേഖലയാണ് സ്വകാര്യ മേഖല എന്നത്. അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പോലുമുള്ള ഒരു സമീപനം ഇപ്പോൾ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കാണുന്നില്ല.
അത് ഒരു ചെറിയൊരു നിരാശ എനിക്ക് തോന്നി അത് വായിച്ചപ്പോൾ, ബഡ്ജറ്റ് പ്രസംഗം വായിച്ചപ്പോൾ അത് തോന്നി. അത് ഞാൻ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ളൂ. ഇപ്പോൾ മെഡിക്കൽ വാല്യൂ ട്രാവൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ $9 ബില്യൺ ഇന്ത്യയിലെ മെഡിക്കൽ വാല്യൂ ട്രാവലിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അത് കേരളത്തിൽ ഇതുവരെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ബഡ്ജറ്റ് അലോക്കേഷനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവോ ടൂറിസം മേഖലയും ചെയ്തിട്ടില്ല, ആരോഗ്യ മേഖലയും ചെയ്തിട്ടില്ല. സംയുക്തമായി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നൂതനമായ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഈ മേഖല ഒരുപാട് ഇൻകം ഉണ്ടാക്കാനും ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ജനറേഷനും നമുക്ക് പറ്റുന്നൊരു മേഖലയായിട്ട് പോലും അത് കൺസിഡർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നത്. അതേപ്പറ്റി കൂടി താങ്കൾ ഒന്ന് പ്രതികരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ ഐസക്, താങ്കളുടെ മറുപടി. വെൽ, ടൂറിസം മേഖലയിൽ എന്നാ നജീബ് 100 കോടി രൂപ മാർക്കറ്റിങ്ങിന് വെക്കുന്നത്? ഇൻഫാക്ട് പ്ലാനിൽ 50 കോടിയേ ഉള്ളൂ. 50 കോടി ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ അധികമായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ വർഷം അഡീഷണലായിട്ട് 25 കോടി തരികയാണ്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പണി മാർക്കറ്റ് ചെയ്യുന്നതാണ്. വ്യവസായം നടത്തേണ്ട പണി നിങ്ങളുടെ പണിയാണ്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. നമുക്ക് വായ്പ, നിങ്ങൾ നേരത്തെ പറഞ്ഞു വായ്പ മുഴുവൻ വരുന്നില്ല. നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടതാണ്. കേരളത്തിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, ബാങ്കുകളുണ്ട്. പറഞ്ഞ പോലെ വായ്പ ഓട്ടോമാറ്റിക്കായിട്ട് 20% കിട്ടുന്നു ഇല്ലയെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ബാക്കി മുസ്ലിംസിൻ്റെ ആയാലും മറ്റ് ടൂറിസം ഹെറിറ്റേജ് പദ്ധതിയും ബാക്കിയെല്ലാം സർക്കാർ ഇനി ഹോട്ടൽ പണിയാൻ വേണ്ടി അങ്ങനെ നടക്കുന്നില്ല. സർക്കാർ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന സ്വകാര്യ സംരംഭകർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ശരി. ഇപ്പൊ ടൂറിസത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ സർക്കാർ സ്വകാര്യ മേഖലയെ അവഗണിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമില്ല. പക്ഷെ ആശുപത്രിയെക്കുറിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ മിഷണറി ആശുപത്രിയല്ല ഇപ്പോഴുള്ള ആശുപത്രി, മനസ്സിലായില്ലേ? സോ സർക്കാർ വെൽഫെയർ ഓറിയന്റേഷൻ മാത്രം വെച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ സ്വകാര്യ ആശുപത്രി അതിൻ്റെത് മാത്രമല്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ സ്വകാര്യ ആശുപത്രിയെ മെഡിക്കൽ ടൂറിസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കത് നിശ്ചയമായിട്ടും നോക്കാവുന്നതാണ്. കേരളത്തില് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരട്ടെ, ചെയ്യട്ടെ, എന്താണെന്ന് നോക്കാം. ശരി ഡോക്ടർ തോമസ് ഐസക്, താങ്കൾ അനുവദിച്ച സമയവും ഞങ്ങളുടെ സമയവും കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എനിക്ക് അവസാനമായിട്ട് ഒരു ചോദ്യമുണ്ട് ഡോക്ടർ തോമസ് ഐസക്. അടുത്ത വർഷവും ബജറ്റ് താങ്കൾ തന്നെയായിരിക്കുമോ അവതരിപ്പിക്കുക? ഈ പദ്ധതികളെല്ലാം താങ്കളുടെ നേതൃത്വത്തിൽ തന്നെയാകുമോ നടപ്പാക്കുക? ഇതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. പാർട്ടി ഉചിതമായ തീരുമാനം എടുക്കും. ശരി, പാർട്ടി തീരുമാനിച്ചു, ഞാൻ മന്ത്രിയായി. ഇനി പാർട്ടി തീരുമാനിക്കും എന്ത് വേണമെന്നുള്ളത്. പക്ഷേ താങ്കളുടെ സർക്കാർ തന്നെ വരുമെന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ല അല്ലേ? എനിക്ക് യാതൊരു സംശയമില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വരാൻ പോവുകയാണ്. അതുണ്ടാവും. ശരി, അതാണ് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. ശരി, വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക്. ഞങ്ങളോട് വളരെ വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിച്ച ദിവസമാണിന്ന്. അദ്ദേഹത്തിൻ്റെ ബജറ്റിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും ഭാവി കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന് ഇത്രയും നേരം ചിലവഴിച്ചതിന് ഒരിക്കൽ കൂടെ നന്ദി. ഈ പരിപാടി പൂർണ്ണമാവുകയാണ്. നമസ്കാരം.